ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയോട് ഗൗതം പറയാണ്, എനിക്ക് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സിൽ ഏറ്റ മുറിവ് അത്രയ്ക്ക് ആഴത്തിലാണ്. എൻ്റെ മനസ്സിലെ മുറിവ് ഉണങ്ങുന്ന സമയം വരെ നമുക്ക് ആരെയും അറിയിക്കാതെ പരസ്പരം സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങ് ജീവിക്കുന്നത് പോലെ അഭിനയിക്കാം. നിൻ്റെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും ഒന്നും തന്നെ അറിയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ശേഷം നിധിയോട് റൂമിൽ തന്നെ കിടന്നുറങ്ങാൻ പറയാണ്. അങ്ങനെ ഗൗതം പുറത്ത് പോയി കിടന്നോളാം എന്നും പറഞ്ഞ് ഗൗതം പുറത്തേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ഗൗതം പുറത്ത് പോയിട്ട് അങ്ങ് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ നിധിക്ക് ഗൗതം അങ്ങനെ പുറത്ത് പോകുന്നത് കാണുമ്പോഴൊക്കെ നന്നായിട്ട് തന്നെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ നിധി മനസ്സിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ആദ്യമായിട്ട് അമ്മാവൻ ഗൗതമിൻ്റെ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തതും, നിനക്ക് ഒരു കല്യാണാലോചന വന്നു, ഇതാണ് പയ്യൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തതും എല്ലാം തന്നെ നിധി ഇങ്ങനെ ആലോചിക്കാൻ. പിറ്റേ ദിവസം രാവിലെ പാറു പുറത്തേക്ക് അങ്ങനെ വരുന്ന സമയത്ത് കാണാൻ ഗൗതം അവിടെ കിടന്നുറങ്ങുന്നത് കാണാൻ കേട്ടോ. അങ്ങനെ ഗൗതമിനെ വിളിച്ചുണർത്താണ് പാറു. എന്നിട്ട് എന്താ മോനെ നീ ഇവിടെ വന്ന് കിടന്നത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വഴുതി മാറാൻ ശ്രമിക്കുമ്പോൾ പാറു അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. മോനെ ഗൗതം, നിന്റെ മനസ്സിലുള്ള മുറിവ് എനിക്ക് മനസ്സിലാവും, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ കാര്യം മറച്ചു വെച്ചത്. അതെല്ലാം തന്നെ ആ ശിവാനി കാരണമാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് മോനെ, നീ ഒരിക്കലും അവളെ വെറുക്കരുത്. അവൾ ഒരു പാവം കുട്ടിയാണ്. അവൾ ജാതകം കൊണ്ട് മാത്രമല്ല, അവളുടെ സ്വഭാവവും അത്രയ്ക്ക് നല്ലതാണെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ മോനെ. നീ എത്ര തവണ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിധിയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച്. അതുകൊണ്ട് മോൻ ഒരിക്കലും നിധിയെ വെറുക്കരുത്. നീ അവളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുകയും ചെയ്യരുത്. അവളെ നിനക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ അങ്ങനെയല്ല, എൻ്റെ മനസ്സിലേറ്റ മുറിവ് അത് ഉണങ്ങാൻ ഒത്തിരി പാടാണ് അമ്മ എന്ന് പറയുമ്പോഴും നിധിയെക്കുറിച്ച് വീണ്ടും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഗൗതം അങ്ങ് പറയുമ്പോൾ വീണ്ടും പാറു അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. മോൻ ഒരിക്കലും അങ്ങനെ പറയരുത്. നിൻ്റെ നല്ലത് മാത്രമാണ് ഈ അമ്മ ഇതുവരെയും ആഗ്രഹിച്ചിട്ടുള്ളൂ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചിന്തിക്കില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ശിവാനിയെ ആ സമയത്ത് അവിടെ നിന്നും ഒളിച്ചോടി പോവാൻ തോന്നിയതും നിധിയെ നമുക്ക് തന്നെ കിട്ടിയതും. അതൊക്കെ നീ ആലോചിച്ച്. അതുകൊണ്ട് മോനെ, നീ പോയിട്ട് നിധിയെ ഒന്ന് ആശ്വസിപ്പിക്കുക. അവൾ ആകെ സങ്കടപ്പെട്ടിട്ടാവും നീ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം. അവളൊരു പാവം കുട്ടിയാണ്. അവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ജീവിതം കൊണ്ട് നടന്നത്. ഇനി നമ്മളുടെ വീട്ടിൽ വന്നും അവളെ കഷ്ടപ്പെടുത്തരുത്. നിനക്കറിയുന്നതല്ലേ വസുന്ധരയുടെ സ്വഭാവം. വസുന്ധര നിന്നെ വല്ലതും പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ്. വസുന്ധരയ്ക്ക് നിധി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടാണ് വസുന്ധര കണ്ടിട്ടുള്ളൂ. നിധി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നീ മനസ്സിലാക്കണം. നിധിയുടെ ഭാഗത്താണ് ശരിയുള്ളത്. വസുന്ധര അതെല്ലാം തെറ്റായ കണ്ണിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ട് മോൻ ഒരിക്കലും വസുന്ധര പറയുന്ന വാക്കുകൾ കേട്ട് നിധിയെ വെറുക്കരുത് എന്നൊക്കെ വീണ്ടും അങ്ങ് പാറു ഉപദേശിക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ നിധിയോടുള്ള ആ ഒരു ചെറിയ മനോഭാവം അങ്ങ് അലിയുകയാണ് ഗൗതമിന്. പാറുവിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ അവളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ ഗൗതം. അത് എത്ര തവണ നീ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അവളിപ്പോൾ ജാതകം മാറ്റിയതിൻ്റെ പേരിൽ നീ അവളെ വെറുക്കരുത്. അവളുടെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിനക്കറിയാവുന്നതല്ലേ. പക്ഷേ എന്തുണ്ടായി, അവളുടെ അപ്പച്ചിയും ശിവാനിയും കൂടി ചേർന്ന് ചതിക്കാൻ നോക്കിയിട്ട് ദൈവം അതിന് കൂട്ടുനിന്നോ? ഇല്ലല്ലോ. ആ കൃത്യസമയത്ത് തന്നെ ശിവാനിയെ അവിടെ നിന്ന് ഒളിച്ചോടി പോവാൻ ദൈവം തന്നെയല്ലേ തോന്നിപ്പിച്ചത്. നീയും നിധിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം ആദ്യമേ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ചെറിയ കാര്യം മനസ്സിൽ വെച്ച് ഊതി വീർപ്പിച്ച് വലിയ കാര്യമാക്കി മാറ്റരുത്. അതുകൊണ്ട് മോൻ, ഞാൻ പറയുന്നത് കേൾക്കണം. നിൻ്റെ അമ്മയല്ലേ പറയുന്നത്. നിൻ്റെ നല്ലത് മാത്രമല്ലേ ഈ അമ്മ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മോൻ പോയി നിധിയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ അങ്ങ് ഉപദേശിച്ചു പാറു അങ്ങ് പറഞ്ഞയക്കാണ്. അപ്പോൾ ഗൗതം പോയി കഴിഞ്ഞ ശേഷം പാറു ഇങ്ങനെ ആലോചിച്ച് നിൽക്കാവട്ടെ. അപ്പോഴാവും ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടാവും കേട്ടോ വസുന്ധര ഇവർ പറയുന്ന കാര്യങ്ങളും ഗൗതം ഈ പുറത്താണ് കിടന്നത് എന്നുള്ളതും എല്ലാം തന്നെ വസുന്ധര മനസ്സിലാക്കുകയാണ്. അങ്ങനെ നേരെ വസുന്ധര പാറുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്തുണ്ടായി ഏട്ടത്തി? ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? അവൾ ഈ വീട്ടിലേക്ക് വലതുകാല്
വെച്ച് കയറി. ഇപ്പോൾ കണ്ടില്ലേ തുടങ്ങിയില്ലേ പ്രശ്നങ്ങൾ. എൻ്റെ മോൻ ഇതുവരെയും AC ഇല്ലാതെ കിടന്ന് ഉറങ്ങിയിട്ടില്ല. അങ്ങനത്തെ എൻ്റെ മോൻ ഇപ്പോൾ പുറത്ത് വന്ന് കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ. അവൾ എൻ്റെ മോനെ പുറത്തെ ആക്കിയത് തന്നെയായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ ഒരിക്കലും ഗൗതമിന് വിവാഹം കഴിച്ചു കൊടുക്കരുത് എന്നുള്ളത്. അപ്പോഴൊന്നും എൻ്റെ വാക്ക് നിങ്ങൾ ആരും തന്നെ വില കൊണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ അങ്ങ് കുറ്റപ്പെടുത്തി വസുന്ധര സംസാരിക്കുകയാണ്. അപ്പോൾ പാറു പറയാണ്, ഇല്ല വസുന്ധരെ, ഒരിക്കലുമില്ല. എൻ്റെ മോന് ഇപ്പോൾ ചെറിയ ഒരു മനസ്സിലൊരു വിഷമമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവന് തന്നെ മാറ്റിയെടുക്കും. അവന് ശിവാനി കാരണമാണ് നിധി ഇങ്ങനെ എല്ലാ രഹസ്യവും മറച്ചു വെച്ചത് എന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വസുന്ധര നീ ആയിട്ട് അവൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റി കൊടുക്കാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയോട് പറയുമ്പോൾ വസുന്ധര പറയണേ, ഏട്ടത്തി ഞാൻ ഗൗതമിനെയും നിധിയെയും വേർപിരിച്ചിരിക്കും. ഇത് എൻ്റെ വാശി തന്നെയാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ വസുന്ധര പാറുവിനോട് പറയുമ്പോൾ പാറുവിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ പാറു ഒരിക്കലും ഇല്ല, നീ വിചാരിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എൻ്റെ മോനും നിധിയും തമ്മിൽ വേർപിരിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വസുന്ധര, അത് നീ ഓർത്തു എന്നൊക്കെ വസുന്ധരയോട് കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ പാറു അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പാറു അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ വസുന്ധര തന്നെ ആകെ ഒന്ന് ഞെട്ടിപ്പോവാണ്ട്, ഇതുവരെയും ഏട്ടത്തി എന്നോട് ഇത്രയും ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ നിധി വന്നു കയറിയ ശേഷം ഏട്ടത്തിക്കിപ്പോൾ എന്നോട് സംസാരിക്കാനുള്ള ശൗര്യമൊക്കെ കൂടിയിട്ടുണ്ട് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ വസുന്ധര. പക്ഷെ ആര് തന്നെ വിചാരിച്ചിട്ടും കാര്യമില്ല, ഗൗതമിനെയും നിധിയെയും ഞാൻ വേർപിരിച്ചിരിക്കും എന്നങ്ങ് വസുന്ധര മനസ്സിലങ്ങ് ഉറപ്പിക്കാൻ കേട്ടോ. പിന്നീട് പാറു നേരെ ചെല്ലുന്നത് നിധിയുടെ അടുത്തേക്കാണ്. അങ്ങനെ നിധി പാറുവിനെ കണ്ടപ്പോൾ തന്നെ പറയാണ്, ആ അമ്മ ഗൗതം സാർ ഇവിടെ ഇല്ല. ഗൗതം സാർ എല്ലാ ദിവസവും ജോഗിങ്ങിനൊക്കെ പോകുന്ന ആളല്ലേ, സൈക്കിളൊക്കെ ചോട്ടിപ്പോകുന്ന ആളല്ലേ, അതുപോലെ പോയിരിക്കുകയാണ് എന്നിങ്ങനെ പാറു അറിയാതിരിക്കാൻ വേണ്ടി ഗൗതമും നിധിയും തമ്മിൽ ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പാറു അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിധി അങ്ങ് പറയണം കേട്ടോ. അപ്പോൾ നിധിയോട് പാറു പറയണ, മോളെ നീ വെറുതെ കള്ളം പറയണ്ട, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്നോട് ഗൗതം എല്ലാ കാര്യവും പറഞ്ഞു. പക്ഷേ മോൾ ഒരിക്കലും വിഷമിക്കരുത്. അവൻ ഒരു പാവമാണ്, അവൻ്റെ മനസ്സിൽ ഒരു ചെറിയ മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ അത് നിന്നോടുള്ള ദേഷ്യമൊന്നുമല്ല, നിന്നോടുള്ള ഒരു പരിഭവം മാത്രമാണ്. അതെല്ലാം പതിയെ മാറിക്കോളും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കും. അതിനു വേണ്ടി ഇവിടെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ മോൾ അതെല്ലാം തന്നെ തരണം ചെയ്യണം. വസുന്ധര നിന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷെ അതൊന്നും തന്നെ മോള് അംഗീകരിച്ചു കൊടുക്കരുത്. നിന്റെ കഴുത്തിൽ ഗൗതം കെട്ടിയ ഈ താലി അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് മോളെ. ആർക്കു വേണ്ടിയും നമ്മുടെ ജീവിതം നമ്മൾ വിട്ടുകൊടുക്കരുത്. ജീവിതമാവുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഒരിക്കലും സ്വന്തം ജീവിതം ആർക്കു വേണ്ടിയിട്ടും വിട്ടുകൊടുക്കരുത് മോളെ. അതാണ് മോള് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ശിവാനിയും അവളുടെ അമ്മയും കൂടി നിന്റെ ജീവിതമാണ് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അത് അവർക്ക് വേണ്ടി നീ വിട്ടുകൊടുത്ത് അത് നീ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ജീവിതത്തിൽ പല പല വിട്ടുവീഴ്ചകളും നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ അത് സ്വന്തം ജീവിതം വിട്ടുകൊടുത്തിട്ടാവരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് നിധിയെ അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. നിന്റെ മനസ്സിൻ്റെ വലുപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏതോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നീ ആശുപത്രിയിൽ എല്ലാവരുടെയും മുന്നിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയത് എല്ലാം തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ മോൻ ഗൗതം അത് എന്നോട് പലതവണ വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഗൗതമിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ചെറിയ മുറിവേറ്റത് അത് നീ ഈ കാര്യം മറച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ്. നിനക്ക് എന്നെ വിളിച്ചിട്ടെങ്കിലും ഒരു ഫോൺ കോൾ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മോളെ. അത് നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്തായാലും മോൾ ഇനി സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും. ഗൗതമിൻ്റെ മനസ്സിൽ നിന്നും പതിയെ പതിയെ ഈ ഒരു മുറിവുകളൊക്കെ മാഞ്ഞു പോയിക്കോളും. എന്നിട്ട് ഗൗതമും നീയും സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നിധിയെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പാറു പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ പാറു പറയുന്നുണ്ട്, എന്നാൽ മോളൊന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വായോ എന്നും പറഞ്ഞിട്ട് പാറു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് നിധിയുടെ ഫോണിലേക്ക് നിഖിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ചേച്ചിക്ക് അവിടെ സുഖമല്ലേ, ഞാൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് പോവും, ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ, ചേച്ചിയും ഗൗതം സാറും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ നിഖിൽ പറയാം കേട്ടോ. അപ്പോൾ നിധിയും ചോദിക്കുന്നുണ്ട്, മോനെ അമ്മയ്ക്ക് നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഗൗതം സാറും ചേച്ചിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ശിവാനി പോയതിൻ്റെ പേരിൽ അമ്മയെ ഒരുപാട് അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പച്ചി. പക്ഷേ ഇപ്പോൾ
എനിക്കുള്ള ആകെ ഒരു സങ്കടം. അമ്മയ്ക്ക് വിഷമിക്കുമ്പോൾ താങ്ങായിട്ട് നിൽക്കുന്ന ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്നുള്ള വിഷമമാണ്. അപ്പച്ചി അമ്മയെ ഒരുപാട് നോവിക്കുന്നുണ്ട്. ശിവാനിയുടെ പേരും പറഞ്ഞ് ചേച്ചിയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അമ്മയ്ക്ക് താങ്ങായിട്ട് നിൽക്കാൻ എനിക്കും ഇവിടെ കഴിയുന്നില്ല. ആ ഒരു വിഷമമാണ് എനിക്കുള്ളത് എന്നൊക്കെ പറയുമ്പോഴാവും നിഖിലിനോട് നിധി പറയാണ്, മോന് എന്തുകൊണ്ടും വിഷമിക്കേണ്ട. അമ്മയുടെയും നിൻ്റെയും കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഞാനൊരു തീരുമാനമുണ്ടാക്കും. നിങ്ങളെ ഞാൻ രണ്ടുപേരെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ആക്കിയതിന് ശേഷമാണ് ഈ ചേച്ചിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അമ്മ എവിടെ എന്നൊക്കെ ഇങ്ങനെ നിധി ചോദിക്കുമ്പോഴാവും ചന്ദ്രി അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ നിഖിൽ അമ്മ ഇവിടെ ഉണ്ട് എന്നും പണ്ട് ആ ഫോൺ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് നിധി ചോദിച്ചറിയാം അമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്, മോൾ അവിടെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അമ്മ എത്രയും പെട്ടെന്ന് അമ്മയുടെയും നിഖിലിൻ്റെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ മോൾ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ മോളെ അത് വേണ്ട. ഒരിക്കലും കല്യാണം കഴിച്ചു പോയ മോളുടെ വീട്ടിലേക്ക് എന്നെയും നിൻ്റെ അനിയനെയും കൊണ്ടുപോകുന്നത് അത് ശരിയല്ല. അത് അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. അതുകൊണ്ട് തന്നെ മോളെ ഞങ്ങൾ അവിടേക്ക് വരും. ഏട്ടത്തി എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യമൊക്കത്തിലല്ലേ നിനക്ക് വിഷമമുള്ളത്. അതൊന്നും മോള് കാര്യമാക്കണ്ട. എനിക്കിപ്പോൾ അതൊക്കെ ഒരു ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് മോള് ഇപ്പോൾ അതൊന്നും ചിന്തിക്കാതെ ഗൗതവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അവിടെയുള്ളവരുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ നിൻ്റെ അനിയൻ നിഖിലിൻ്റെ കാര്യത്തിലും നീ ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതവും അവൻ ഭദ്രതയിൽ തന്നെ ആക്കും. അതുകൊണ്ട് മോൾ ഇപ്പോൾ അതൊന്നും ആലോചിക്കാതെ വീട്ടിലുള്ളവരെയൊക്കെ ശ്രദ്ധിച്ച് ഗൗതമിൻ്റെ കാര്യമൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കണം എന്നൊക്കെ അങ്ങ് ചന്ദ്രി നിധി അങ്ങ് ഉപദേശിക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.